ശ്യാമയുടെ പെട്ടെന്നുള്ള രാജിക്ക് പിന്നിലെ കാരണം ഞാൻ പറയട്ടെ. അമൃതയാണ്. അല്ലേ മോളെ? അതെങ്ങനെയാ അച്ഛൻ ഞാൻ കാരണാവുന്നേ? ആർക്കൊരു ശല്യാവാതെ ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്നു. മോളെ, അതെ, മുമ്പ് അമൃതമോള് മറ്റുള്ളവരുടെ കാര്യം നോക്കുമായിരുന്നു, പ്രത്യേകിച്ച് ശ്യാമയുടെ കാര്യം. അതെ, ശ്യാമയുടെ സംരക്ഷകയായിരുന്നു മോള്. നിങ്ങൾ തമ്മിൽ നല്ല അകൽച്ചയിലായിപ്പോ. എത്രയൊക്കെ മറച്ചു വെച്ചാലും അത് സത്യം. അത് തന്നെയാ ശ്യാമയുടെ രാജിക്കുള്ള കാരണവും. അമ്മേ, അമൃതയെടുത്തെ കുറ്റപ്പെടുത്തണ്ട. എന്തായാലും ഞാൻ ശ്യാമയോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് രാജി പിൻവലിപ്പിക്കാം. അങ്ങനെ ആരും പറഞ്ഞിട്ട് രാജി പിൻവലിക്കൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കമ്പനിയിലെന്നല്ല, ലോകത്ത് തന്നെ ആരും അത്യാവശ്യക്കാരല്ല. ഒരു ശ്യാമ പോയ 9 ശ്യാമ വരും. അച്ഛാ, ആരെയും കാല് പിടിച്ച് കസേരയിൽ ഇരുത്താൻ മാത്രം വിലയില്ലാതെ കിടക്കുകയല്ല കമ്പനി. അമൃതേ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ശ്യാമ രാജിവെക്കാൻ നീയാണ് കാരണം. അത് സത്യമാ, ഇവിടെ എല്ലാവർക്കും അറിയാം. അന്ന് അച്ഛനും അമ്മയും എന്തോ ചോദിച്ചിട്ട് നീ മൈൻഡ് ചെയ്യാതെ പോയത്. എന്തായാലും തർക്കങ്ങൾ ഇപ്പൊ തീർക്കണം, ഇപ്പം. ഇതെന്ത് കഷ്ടമാണ്. എനിക്ക് ആരോടും തർക്കമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അച്ഛാ, അമ്മേ, അമൃതേടത്തി പറയേണ്ടത് പറഞ്ഞു. അമൃതേടത്തിയെ ഇനി ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കല്ലേ. അമൃതേട്ടത്തെ ആരും ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കുന്നില്ല. എടത്തി, ഞങ്ങൾ പലവട്ടം ഇടത്തിയോട് ചോദിച്ചതാ ഈ വിഷമത്തിന്റെ കാരണം എന്താന്ന്. പക്ഷേ എന്താണെന്ന് അമൃതേടത്തി ഇതുവരെ പറഞ്ഞിട്ടില്ല. ശ്യാമയ്ക്കും ഏട്ടത്തേക്കും മാത്രമേ അറിയൂ ഇതിന്റെ പിന്നിൽ എന്താണെന്ന്. ശ്യാമേ, മോളെ, എന്താ കാര്യം? അറിയില്ല ഏട്ടാ, സത്യമായിട്ടും എനിക്കറിയില്ല. ശ്യാമേ, ശ്യാമ പറയുന്നത് വിശ്വസിക്കാം. അപ്പൊ നീ പറ, എന്താ നിന്റെ പ്രശ്നം? ശ്യാമയോട് ദേഷ്യം തോന്നാൻ കാരണം എന്താ? എനിക്കൊന്നും പറയാനില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല, പറയാനില്ല, പറയാനില്ല. ഇനിയും എന്നെ കുറ്റക്കാരിയാക്കിയ ഞാൻ ഇവിടെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. എന്താടാ അമൃതേടത്തി? വേണ്ട, പ്ലീസ് അമൃതേടത്തി, വേണ്ട. എന്നോട് അമൃതേടത്തി ഒന്നും സംസാരിക്കണമെന്നില്ല. ഞാൻ രാജി പിൻവലിച്ചോളാം. നിർത്തുന്നുണ്ടോ? അച്ഛനും അമ്മയും നോക്കി നിൽക്കുമ്പോഴാ ഇവിടെ കോലാഹലങ്ങൾ കാണിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഈ രാത്രി തന്നെ ഓരോരുത്തർക്ക് എവിടെയെങ്കിലും ഒക്കെ പോവാം. അമൃതേടത്തി ഇറങ്ങിക്കോ, ഞങ്ങൾ ഉറങ്ങാം. ആരും പോണ്ട, ഞാനും വസു മാറിത്തരാം. അച്ഛാ, വസു, നമ്മൾ ഇനി ഇവിടെ താമസിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് വില കിട്ടാത്ത ഈ വീട്ടിൽ ഇനി കഴിയണ്ട. ആനന്ദേട്ടൻ പറഞ്ഞാ ശരി, നമുക്ക് ഇറങ്ങാം. അമ്മേ. അമ്മയോ? ഏതമ്മ? അച്ഛന്റെ മുമ്പിൽ വെച്ച് ഇവിടെ എന്തൊക്കെയാ നടന്നേ?
ഒരാള് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങുന്നു. ഇനി ഒരുത്തൻ ഭാര്യയെ തല്ലുന്നു. അച്ഛനിതെല്ലാം കണ്ടിട്ട് കാണാത്ത പോലെ നിൽക്കണം അല്ലേ? അനന്തേട്ടാ, നമുക്കിറങ്ങാം. ആ അച്ഛനും അമ്മയും ഞാൻ കാരണം അവരും അവഹേളിക്കപ്പെട്ടു. അമ്മേ, അച്ഛ, മാപ്പ്. എന്റെ അവിവേകത്തിന് മാപ്പ് തരണം. ഇനി ഇത് ആവർത്തിക്കില്ല അച്ഛ. മോളെ, അമ്മേ, അമൃതയെടുത്ത് ആത്മാർത്ഥമായിട്ട് പറയുക, അച്ഛനും അമ്മയും ക്ഷമിക്കണം. അച്ഛാ, ഒരു നിമിഷം എനിക്ക് ഭ്രാന്ത് കയറുന്ന പോലെ തോന്നിയതാ. എന്റെ നിയന്ത്രണം വിട്ടുപോയച്ച. ആര്യെ തല്ലിയപ്പോ വിട്ടുപോയ നിയന്ത്രണം തിരിച്ചു വരൂ. അച്ഛാ പോട്ടെ, ഏട്ടൻ പറഞ്ഞല്ലോ, ഇനി ഇത് ആവർത്തിക്കില്ല. ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയാം. ദേഷ്യത്തിലല്ല, ചിന്തിച്ച് പറയുന്നതാണ്. ഞങ്ങളോടൊപ്പം താമസിക്കുന്നതിന് നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് മാറി താമസിക്കാം. ഒരു കുഴപ്പമില്ല. അനന്തേട്ടാ, അങ്ങനെയൊന്നും ഇനി ചിന്തിക്കണ്ട. മക്കള് മാപ്പ് പറഞ്ഞു കഴിഞ്ഞല്ലോ. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യം അത് തീർന്നു. ആ, തീർന്നു. എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട അല്ലേ? അച്ഛാ, കടുത്ത തീരുമാനങ്ങളൊന്നും അച്ഛനിങ്ങനെ എടുക്കല്ലേ. എന്റെ ഭാഗത്തുനിന്നും അച്ഛനെ ഞാൻ ഇനി വേദനിപ്പിക്കില്ല. ഒരു കാര്യം കൂടിയുണ്ട്. ശ്യാമേ, ഇങ്ങ് വന്നേ. എന്ത് വേണമെന്ന് ശ്യാമമോള് തീരുമാനിക്കും. രാജിവെക്കാൻ തന്നെയാണ് ഉറപ്പിച്ചിട്ടുള്ളതെങ്കിൽ തന്നേക്ക്. ഇനി എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. മോളെ മോളെ ചെല്ലും. ചെല്ലുമാണ്. കരച്ചിൽ നിർത്ത. വസു, വാ. ഏട്ടാ, അപ്പച്ചി, നമ്മൾ മനസ്സിൽ കാണുന്നതൊന്നും നടക്കുന്നില്ലല്ലോ. ശരിയാ മോളെ. ഇനി അപ്പച്ചി ഇവിടെ നിൽക്കണ്ട, പോ. അമൃതേ, സോറി. ഐ എം റിയലി സോറി. അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ സംഭവിച്ചു പോയി. നീ ഒന്ന് ക്ഷമിക്കേ. അമൃതേ, തൊട്ട് പോരുതന്നെ. അമൃത, ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് വരരുത്, എന്നോട് സംസാരിക്കരുത്. ഞാൻ കടുങ്ക എന്തെങ്കിലും ചെയ്തു കളയും. അമൃത, അവള് രാജിക്കത്ത് കൊടുത്തെങ്കിൽ അത് എന്നോടല്ല ചോദിക്കേണ്ടത്, അത് അവളോട് ചോദിക്കണം. എല്ലാവർക്കും ഇപ്പൊ ഞാനാ കുറ്റക്കാരി. ആദ്യേട്ടാ, അമൃതയെടുത്തി ഒന്ന് പതുക്കെ, ഒച്ച പുറത്ത് കേൾക്കുന്നുണ്ട്. കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. ഇനിയിപ്പൊ മറച്ചു വെച്ചിട്ട് കാര്യം എന്താ? എല്ലാവരുടെ മുൻപിൽ വെച്ചല്ലേ ഇയാൾ എന്നെ തല്ലിയത്. ദേഹബലം കൊണ്ട് ജയിക്കുന്നത് വലിയ കാര്യമല്ല. നിങ്ങളെക്കാൾ ശക്തിയുള്ള ഒരാളുടെ മുന്നിൽ നിങ്ങൾ തോൽക്കും. മനസ്സിന്റെ ശക്തിയും മനസ്സിന്റെ ശുദ്ധിയുമാ ഏറ്റവും വലിയ ബലം. അവിടെ നിങ്ങൾ എന്റെ മുൻപിൽ തോൽക്കും ആദ്യേട്ടാ.
എടുത്തി പ്ലീസ് മെല്ലെ. ഐശ്വര്യ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? അല്ല എടുത്തി, അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. അതുകൊണ്ടാ ഞാൻ വന്നത്. പ്ലീസ്, നിങ്ങൾ ഒരിക്കലും ദേഷ്യത്തിലാവരുത്. അമൃത എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടാണെന്ന് തോന്നുന്നു ശ്യാമയോട് ദേഷ്യം കാണിക്കുന്നത്. തെറ്റിദ്ധരിച്ചോ? ഞാൻ ശരിയായിട്ട് തന്നെയാ ധരിച്ചിരിക്കുന്നേ. അമൃതേടത്തി പ്ലീസ്, ആദ്യമായിട്ടൊന്നും സംസാരിക്കണ്ട. അമൃതേടത്തി വാ, നമുക്കൊന്ന് പുറത്തിറങ്ങി നിൽക്കാം. വേണ്ട, ഐശ്വര്യ പൊയ്ക്കോളൂ. ഞാൻ പോവാം, പക്ഷേ ഇനി ബഹളം ഉണ്ടാവാൻ പാടില്ല. അത് വാക്ക് തരണം. ശരി, ഐശ്വര്യ പോ. അമൃതേടത്തി പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഒരു കാര്യത്തിലും അമൃതേടത്തി അഭിപ്രായം പറയരുത്. ആദ്യേട്ടനും ഒന്നൊഴിഞ്ഞു നിൽക്കുന്നതാ നല്ലത്. ഈ വീട്ടില് നമ്മളൊക്കെ ഇപ്പൊ പുറത്താ. ഐശ്വര്യ, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നത്? ഇവിടെ ആരും പുറത്താവില്ല. പുറത്തായില്ലെന്നൊക്കെ ചിലർക്ക് തോന്നുന്നതാ. പുറത്തായി കഴിഞ്ഞു. ഈ വീട്ടിലിപ്പോ ശ്യാമ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കും. ആ, അത് കറക്റ്റാ. അത് അമൃതേടത്തി പറഞ്ഞത് ഞാനും സമ്മതിക്കുന്നു. കാര്യങ്ങളിപ്പോ ശ്യാമ തീരുമാനിക്കുന്നത് പോലെ നടക്കൂ. പ്ലീസ് ഐശ്വര്യ, വേണ്ട. ഞാൻ പറഞ്ഞു, ആ രീതിയിൽ സംസാരിക്കണ്ട. ഐശ്വര്യ തൽക്കാലം പോ. ഐശ്വര്യ സത്യം പറയുന്നത് കേൾക്കുമ്പോ ഇഷ്ടപ്പെടുന്നില്ലല്ലേ? വേണ്ട എടുത്തി, എന്നെ കുറിച്ചൊരു തർക്കം വേണ്ട. ഞാൻ പൊക്കോളാം. ഒരു കാര്യം, ഞാനിനി വെറുതെ ഇരിക്കുന്ന ഈ വീട്ടിൽ ആരും കരുതണ്ട. സർ, കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കോ അമ്മയ്ക്കോ ഇനി സാറിന്റെ ഒരു സഹായവും വേണ്ട. പ്ലീസ്, ഇനി ഇവിടെ ഒന്ന് ഉപദ്രവിക്കരുത്. ഒരു 100 കൂട്ടം പ്രയാസങ്ങളില്ല സാറേ ഞങ്ങള്. അതുകൊണ്ടാ, മറ്റൊന്നും തോന്നരുത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി സാർ കുഴപ്പക്കാരനാണെന്ന്. അശ്വതി, വേണ്ട. നിനക്ക് ഞങ്ങളുടെ യഥാർത്ഥ മുഖം അറിയില്ല. അതെ, എനിക്ക് നിങ്ങളുടെ യഥാർത്ഥ മുഖം അറിയില്ല. അതുപോലെ തന്നെയാ തിരിച്ചും. നിങ്ങൾക്ക് എന്റെ യഥാർത്ഥ മുഖം അറിയില്ല. നോക്കൂ വച്ചേ, ജഗന്നാഥനെ നോവിച്ചവരൊക്കെ നന്നായിട്ട് അനുഭവിച്ചിട്ടുമുണ്ട്. ഞാൻ ആരെയും നോവിക്കാതെ തന്നെ നന്നായി അനുഭവിച്ചവളാ. അതിൽ കൂടുതൽ ഇനി അനുഭവിക്കാനൊന്നുമില്ല. അതുകൊണ്ട് സാറിന്റെ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നീയും ആനന്ദ നിലയത്തിലെ ആദ്യം തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ ലീക്കായ നിനക്ക് ഒരു പ്രശ്നവുമില്ലല്ലേ? എനിക്കെന്ത് പ്രശ്നം? ഞാൻ എത്രയോ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. അതിലൊരാൾ, അത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞതോ? ആനന്ദ നിലയത്തിലെ പയ്യൻ ചതിച്ചു എന്നും വഞ്ചിച്ചു എന്നും ഒക്കെ. അത് അമ്മേ, ആരാ എന്നെ ചോദിച്ചേ? പറ. അല്ല, ആരും ചതിച്ചില്ല. ഓഹോ, അങ്ങനെയാണല്ലേ? എങ്കിൽ ഒരു കാര്യം ചെയ്. അന്ന് വാങ്ങിയ കാശില്ലേ, അതിങ്ങിതാ 10,000 രൂപ. അത് ഈ നിമിഷം ഞങ്ങൾക്ക് തിരിച്ചു വേണം. അയ്യോ സാറേ, അത് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ കാശ് ഇപ്പൊ തന്നെ തിരിച്ചു വേണം. സാറും മാഡവും എത്രമാത്രം അപകടകാരികളാണെന്ന് ഓരോ നിമിഷവും തെളിയിച്ചോണ്ടിരിക്കുക. നിന്റെ സാഹിത്യം ഒന്നും കേൾക്കണ്ട. വാങ്ങിയ കാശ് ഇപ്പൊ കിട്ടണം. ഇല്ലെങ്കിൽ ഈ ജഗന്നാഥൻ ആരാണെന്ന് നീ അറിയും. സാറേ, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. സാറിന്റെ കാശ് ഞാൻ തിരിച്ചു തന്നോളാം. അതിന് അമ്മേ, ഞാനൊന്നും പറഞ്ഞില്ലേ സാറിന്റെ അന്നത്തെ വരവ് നല്ല രീതിക്കുള്ള വരവായിരുന്നില്ല എന്ന്? മനസ്സിലാക്കി അന്ന് തന്നെ ഞാൻ മുൻകരുതലെടുത്താ. സാറിന്റെ അമ്മ വാങ്ങിയ പൈസ ഞാൻ അപ്പ തന്നെ മാറ്റിവെച്ചു. എനിക്കറിയായിരുന്നു ഇതേപോലൊരു സന്ദർഭം എപ്പ വേണേലും ഉണ്ടാവുന്നു. ദാ, ഇനി സാറ് ബുദ്ധിമുട്ടിക്കാൻ വരരുത്. ഇതോടെ കാര്യങ്ങൾ കഴിഞ്ഞു. കാര്യങ്ങൾ കഴിഞ്ഞു എന്നോ? ഇനിയിപ്പോ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് കാണാം. മായ,
എന്റെ ചരിത്രമല്ല അവരുടെ മുമ്പിൽ വിളമ്പിയല്ലേ? അതും പറഞ്ഞില്ല അയാൾ ഇപ്പൊ പേടിപ്പിക്കാൻ നോക്കുന്നേ. അമ്മയോട് ക്ഷമിക്കും മോളെ. ഹലോ ഹലോ, നാളെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ആ ഞാൻ വരാം, എനിക്കും കാണണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യമാ? സീരിയസ് ആയിട്ട് എന്തെങ്കിലും വേണം? സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. ആ നമ്മളെ രണ്ടുപേരും പുറത്തുനിന്ന് സംസാരിക്കുന്ന ഒരാൾ വീഡിയോ എടുത്തു. അയ്യോ, ആരാ വീഡിയോ എടുത്തത്? ഒക്കെ നേരി കാണുമ്പോ പറയാം. പറ്റില്ല, എനിക്കിപ്പോ അറിയണം. ആരാ വീഡിയോ എടുത്തത്? ഒരു ജഗന്നാഥൻ. ജഗന്നാഥൻ? അതെ, ഭാര്യമായ ഒരറിയോ? വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ബോൾഡായി നിന്നു. നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണെന്നാ പറഞ്ഞ്. നാളെ കാണുമ്പോ ഒക്കെ പറയാം. സർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അമൃത എടുത്ത് ദേഷ്യം കാണിക്കുന്നുണ്ട്, പാടാനൊരു സന്തോഷം കിട്ടുന്നില്ല. അതുകൊണ്ട് റെക്കോർഡിങ്ങിന് പോകണ്ട. അങ്ങനെ എന്തെങ്കിലും ആണോ പറയാൻ വരുന്നത്? ഹലോ, അത് വല്ലതും ആണെങ്കിലേ പറയണമെന്നില്ല. എനിക്ക് കേൾക്കാൻ താല്പര്യവുമില്ല. സത്യം പറഞ്ഞ ഞാൻ അത് തന്നെ പറയാമെന്ന്. വേണ്ട, പറയണ്ട. പാടാനുള്ള തന്റെ കഴിവ് എന്തുമാത്രമാണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയെ ഏറ്റവും വലിയ ഗായികയാക്കാന്നുള്ളതാ എന്റെ ലക്ഷ്യം. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം അത് അതിന്റെ വഴിക്ക് നടക്കും. ഇതൊക്കെ തത്ത പറയുന്ന പോലെ ഞാൻ പറഞ്ഞതാ. സോറി സർ, ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയതാ. സോറി സാർ. എന്റെ കൈയൊന്ന് തൊടുവോ? ടെൻഷനൊക്കെ മാറി എനിക്കൊരു ധൈര്യം കിട്ടട്ടെ. ധൈര്യം കിട്ടിയോ? എന്താ കാണണമെന്ന് പറഞ്ഞ? നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ നമ്മൾ സംസാരിക്കുന്ന വീഡിയോ ജഗന്നാഥൻ എടുത്തു വന്ന്? വലിയ ധൈര്യമുള്ള ആളല്ലേ ആദി. ഇത്തരം നിസാര കാര്യങ്ങൾക്കൊക്കെ ആദി പേടിക്കോ? അശ്വതി, എന്നെ കണ്ടു പഠിക്ക്. ഞാൻ നല്ല ബോൾഡായിട്ട് അയാളുടെ മുമ്പിൽ നിന്നേ. ഇപ്പോഴും ഒട്ടും പേടിക്കുന്നില്ല. നീ പേടിക്കോ പേടിക്കാതിരിക്കോ ചെയ്യേ, എന്നെ സംബന്ധിച്ച് ഇതെന്റെ കുടുംബത്തെ ബാധിക്കുന്നൊരു വിഷയമാണ്. എനിക്ക് കുടുംബമില്ലല്ലോ. അപ്പൊ പിന്നെ ആരുടെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കെന്താ? കുത്തുവാക്കുകൾ പറയാനുള്ള സമയമല്ല അശ്വതി. അവിടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. അമൃത എന്നോട് കാണിക്കുന്ന ദേഷ്യം ഇപ്പൊ ശ്യാമയോടും കാണിച്ചു തുടങ്ങി. അതെന്തിനാ? അറിയില്ല, എനിക്കറിയില്ല. എല്ലാം കൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ. അയ്യോ, ശ്യാമയോട് എന്തിനാ അമൃത ദേഷ്യപ്പെടുന്നേ? അത് പറയേ. പറയുന്നത് കേട്ടാ നിനക്ക് ശ്യാമയെ അറിയാമെന്ന് തോന്നുന്നല്ലോ. ശ്യാമയോടുള്ള ദേഷ്യത്തിന്റെ കാരണം എനിക്കറിയില്ല. ചിലപ്പം മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഇതിനൊക്കെ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. നീ ഇവിടുന്ന് പോണം. സർ, ഇന്ന് പാടിയ ശരിയാവോ? എടോ, പാടി തുടങ്ങിയാലേ താൻ എല്ലാം മറക്കും. തന്റെ മനസ്സിൽ നിന്ന് ടെൻഷൻ താനെ അങ്ങ് പോവും. അമൃതയുടെ അടുത്തേക്ക് മനസ്സിൽ നിന്ന് പോകുന്നേ. അമൃതയുടെ ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണം നീയാണ്, അത് നിനക്കറിയാലോ. എന്റെ മാറ്റത്തിന് കാരണം ആരാ? അതോട് പറയേ.
പാവം പെണ്ണായിരുന്ന പഴയ അശ്വതിയെ ഈ നിലയിലേക്ക് മാറ്റിയെടുത്തത് ആരാ? അശ്വതി പ്ലീസ്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് സംസാരിക്കാൻ പഴയ കാര്യങ്ങളല്ലാതെ വേറൊന്നും തന്നെ ഇല്ല.